ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. നിഫ്റ്റി ഇന്ന് നല്ലൊരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് തന്നെയാണ് തന്നിരിക്കുന്നത്. നിയർ ഒരു 1%ഓളം നിഫ്റ്റി ഇന്ന് അപ്പായിട്ടാണ് ഓപ്പൺ ആയിട്ടുള്ളത്. സോ ചാടിക്കയറിയ ഒരു ട്രേഡൊന്നും ഞാനിന്ന് പ്ലാൻ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്ന ഈ ഒരു ഏരിയയിലുള്ള പ്രൈസിൻ്റെ ആക്ഷൻസ് നോക്കിയിട്ടായിരിക്കും ഇന്നത്തെ ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. സോ ഇന്ന് നിഫ്റ്റി ഓപ്പൺ ആയിരിക്കുന്നത് അപ്പായിട്ടാണെങ്കിലും മൂവ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് താഴോട്ടേക്കാണ്. ഇന്നത്തെ ഡേലോ ബ്രേക്ക് ചെയ്തിട്ട് നിഫ്റ്റി ഇപ്പോൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇന്നത്തെ ഇപ്പോൾ ഇവിടെ ഈ ചാർട്ടിൽ എനിക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ മാർക്ക് ചെയ്ത് തരാം. ഇവിടെ ഇപ്പോൾ ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഉണ്ട്. നമുക്കറിയാം മാർക്കറ്റിലൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പ്രൈസ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നമ്മൾ കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ മാർക്കറ്റിലെ പോസിറ്റീവ് സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യണം. പ്രൈസ് ഇപ്പോൾ തന്നിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് വെച്ചിട്ട് എനിക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ വെയിറ്റ് ചെയ്ത് പ്രൈസ് ആക്ഷൻ എല്ലാം നന്നായിട്ട് റീഡ് ചെയ്യാൻ ശ്രമിച്ചിട്ട് എനിക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറക്ഷൻ കിട്ടുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഇന്നൊരു ട്രേഡ് പ്ലാൻ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇന്ന് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാനാണ് പ്ലാൻ. എനിവേ ഇനീഷ്യൽ ടൈമിൽ ഇപ്പോഴത്തെ എൻ്റെ ഒരു ബയാസ് എന്ന് പറയുന്നത് ഡൗൺ സൈഡ് തന്നെയാണ്. ഞാൻ ഹൈ പ്രോബബിലിറ്റി ഡൗൺ സൈഡ് ട്രേഡ് നോക്കാനായിരിക്കും സാധ്യത. ബട്ട് കൺഫേം ആയിട്ടില്ല. എനിക്കതിനുള്ള വാലിഡ് റീസൺസ് എൻ്റെ ഇൻഡിക്കേഷൻസ് വഴി കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ ആ ഒരു ട്രേഡ് കൺസിഡർ ചെയ്യുള്ളൂ. സോ ഞാൻ ഇപ്പം എൻ്റെ ലെവൽസ് ഒന്നുകൂടി മാർക്ക് ചെയ്ത് പ്രോപ്പറാക്കി വെക്കുകയാണ്. ഈ ഒരു ലെവൽസ് അക്കോർഡിംഗ് ആയിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. എനിവേ നമുക്ക് നോക്കാം എന്താണ് മാർക്കറ്റ് പറയുന്നത് എന്നുള്ളത്. എന്നിട്ട് അതിനനുസരിച്ചിട്ട് മാർക്കറ്റ് എന്താണോ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് അത് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഫൈനലി ഒരു ട്രേഡ് സെറ്റപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനീഷ്യൽ ഡൗൺ സൈഡ് മൂവ്മെൻറ്റിന് ശേഷമുള്ള ഒരു പുൾ ബാക്കിലാണ് ഞാൻ ട്രേഡ് എടുക്കാൻ പ്ലാൻ ചെയ്തിരുന്നത്. അതുപോലെ തന്നെയുള്ളൊരു സെറ്റപ്പാണ് എനിക്കിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത സോണുകൾ എൻ്റെ എൻട്രി സോണും അതുപോലെ തന്നെ ടാർഗറ്റ് സോണും താഴത്തുള്ള ഇത് രണ്ടുമാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്. ഞാനിപ്പോൾ മാർക്ക് ചെയ്ത എൻട്രി സോണിൽ പ്രൈസ് എത്തിയ സമയത്തുള്ള ഹയർ ഫ്രെയിമിലും ഷോർട്ട് ഫ്രെയിമിലുള്ള പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ട്രേഡ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡൗൺ സൈഡുള്ള സോണിൽ വെച്ചിട്ടായിരിക്കും ഞാൻ ഈ പ്രൈസ് എക്സിറ്റ് ചെയ്യാനും പ്ലാൻ ചെയ്യുന്നത്. ഒരു ട്രേഡർ എന്നുള്ള നിലയിൽ മാർക്കറ്റ് ഹവേഴ്സിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണോ അത് ഞാൻ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്ലാനിങ്, പ്രിപ്പറേഷൻ ആൻഡ് എക്സിക്യൂഷൻ, ഈ 3 പാർട്ടും ഞാൻ ഇന്നത്തെ ദിവസം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് പെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് എൻ്റെ റിസൾട്ട് എന്താണോ മാർക്കറ്റിൽ നിന്ന് വരുന്നത് ആ റിസൾട്ട് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ നിന്നും മാറുക എന്നുള്ളതാണ്. സോ വെയിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇത് ടാർഗറ്റ് ആയിരിക്കുമോ അതല്ല ഞാൻ പ്ലാൻ ചെയ്ത പോലെയുള്ള ഈ SL ആയിരിക്കുമോ ഹിറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ എൻഡിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഇന്നത്തെ ദിവസം ഒരു പ്രോഫിറ്റ് ഡേ ആയിട്ട് എൻഡ് ആയിട്ടുണ്ട്. 1 ഡേ 1 ട്രേഡ് എന്നതാണ് എൻ്റെ റൂള്. അതിപ്പം എത്ര നല്ല ട്രേഡ് കിട്ടിയാലും എത്ര മോശം ട്രേഡ് കിട്ടിയാലും ഞാനൊരു ദിവസം ഒരു ട്രേഡാണ് കൺസിഡർ ചെയ്യാറുള്ളത്. അതെൻ്റെ റൂളാണ്. സോ ഇന്നിനി വേറെ ട്രേഡില്ല. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.